ബേപ്പൂർ സുൽത്താൻ്റെ 31ാം ഓർമ്മദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. വൈലാവിൽ വീട്ടിൽ നടന്ന അനുസ്മരണ പരിപാടി മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. അടുത്ത വർഷം ജനുവരി മുതൽ ബഷീർ ഉത്സവം സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ റിപ്പോർട്ടിന് ശേഷം വാർത്തകളുമായി ഭദ്രാചന്ദ്രനിച്ച്. കഥാകാരന്റെ ഓർമ്മകളുമായി പ്രിയപ്പെട്ടവർ വീണ്ടും വൈലാലിൽ വീട്ടിൽ ഒത്തുകൂടി. സാഹിത്യപ്രേമികൾക്കൊപ്പം വിദ്യാർത്ഥികൾ, അധ്യാപകർ, നാട്ടുകാർ തുടങ്ങി പതിവ് പോലെ നിരവധി പേർ ഓർമ്മദിനത്തിൽ എത്തി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളെയും കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തുന്ന പ്രദർശനം കുട്ടികൾക്ക് നവ്യാനുഭവമായി. ബഷീർ എഴുതിയ കുറെ കൃതികൾ കാണാൻ കഴിഞ്ഞു. ബഷീറിനെ കുറിച്ച് പലതും പഠിച്ചതിലേറെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതിനേക്കാൾ അറിവ് ഇവിടെ നിന്ന് കിട്ടി. പിന്നെ കുറെ ചിത്രങ്ങളും അദ്ദേഹത്തിനെ പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞു. മന്ത്രി PA മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈക്കം മുഹമ്മദ് ബഷീറിനെ മനുഷ്യ സ്നേഹം നിലനിൽക്കണം ആഗ്രഹിക്കുന്ന നമ്മളെല്ലാവരും ഒരുപോലെ ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായി ജനുവരി മാസം ബഷീർ ഉത്സവം 2026 മുതൽ ഈ വയലാലിലും ഈ പരിസരത്തും ആരംഭിക്കണമെന്നുള്ള ആഗ്രഹം ഇവിടെ പ്രകടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേരിലുള്ള സ്മാരകം അതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുമെന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പാത്തുമ്മയുടെ ആട് എന്ന കഥയെ പരിചയപ്പെടുത്തി എളമരം BTM OUP സ്കൂൾ വിദ്യാർത്ഥികളെത്തിയത് ഏവരെയും ആകർഷിച്ചു. ബഷീറിന് കിട്ടിയ സംഭവങ്ങളും പിന്നെ കുറെ ബഷീർ ഉപയോഗിച്ച സാധനങ്ങളും അങ്ങനെയൊക്കെ കണ്ടു. പിന്നെ ഇവിടെ മുകളിൽ പോയിട്ട് ബഷീർ എഴുതിയ പുസ്തകങ്ങളും ബഷീറിനെ കുറിച്ച് എഴുതിയ കുറേ ആൾക്കാരുടെ പുസ്തകങ്ങളും പിന്നെ ബഷീർ മരിച്ച അന്നത്തെ പത്രം, അങ്ങനത്തെ റിപ്പോർട്ട്, അങ്ങനത്തെ ഒക്കെ കണ്ടു. കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ്, PK പാറക്കടവ്, അനീസ് ബഷീർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.